ഒന്ന് ഇവിടുത്തെ കാലാവസ്ഥ, പിന്നെ അവിടുത്തെ മണ്ണ്, പിന്നെ ഡെഡിക്കേഷൻ ആക്കണം. ഇതിനു വേണ്ടി അത്യാവശ്യമായിട്ട് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് ഇത് എടുക്കാൻ പറ്റും. കണ്ണു മനസ്സ് നിറയ്ക്കുന്ന മനോഹരമായ ഒരു വലിയൊരു പൂന്തോട്ട കാഴ്ചയിലേക്കാണ് കേട്ടോ ഇന്ന് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അത്ര മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് അറിയില്ല, നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അത് ബോധ്യമാകും. നമ്മൾ യാത്രാമധ്യേ ചെടികളും അല്ലെങ്കിൽ നല്ല നല്ല സീനറി കാണുമ്പോൾ വണ്ടി നിർത്തി ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് പോകാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇത് പെട്ടെന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു പൂന്തോട്ടമല്ല. കാരണം റോഡിൽ നിന്നും കുറച്ച് മുകളിലേക്ക് പൊക്കത്തിലാണ്, അതുപോലെ പെട്ടെന്ന് ഒരു വളവൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്, പെട്ടെന്ന് വണ്ടികളൊന്നും അധികം നിർത്തില്ല. എങ്കിലും ഈ ഒരു ഗാർഡൻ കാഴ്ചയുടെ കുറച്ച് ഭാഗം കണ്ടപ്പോഴേക്കും ഞാൻ നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് എന്തായാലും ഇത് കണ്ടിട്ടേ പോകണം, വണ്ടി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ആള് വളരെ ബുദ്ധിമുട്ടി തന്നെയാണ്, അവിടെ സ്പേസ് ഇല്ല വണ്ടി നിർത്താനെങ്കിലും ആളത് വണ്ടി ഒതുക്കി ഞങ്ങൾക്ക് ഈ ഒരു ഗാർഡൻ കാണാനായിട്ട് അവസരം ഉണ്ടാക്കി തന്നു. പണ്ടൊക്കെ നമ്മുടെ ഗാർഡൻ എങ്ങനെയാണ്, നമ്മൾ വീടിൻ്റെ മുമ്പിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അത് നല്ല ഡിസൈൻ ചെയ്തെടുക്കും, പലതരം ചെടികൾ കൊണ്ട് ഡിസൈൻ ചെയ്യും, വഴികളൊക്കെ വിട്ടിട്ട് റൗണ്ടിലും അല്ലാതെയും സ്ക്വയറിലൊക്കെ നമുക്ക് കൂടുതൽ പൂക്കളും അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ കൊണ്ടൊക്കെ നമ്മൾ പൂക്കളുണ്ടാകുന്ന ചെടികൾ കൊണ്ടൊക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്യും. എന്നേപോലെയാണ് ഇതും ഒരു ഫ്രണ്ടിൽ ഉള്ള ആ ഒരു കുറച്ചുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇതേപോലെ എന്താ പറയുക, ഇത് കാണുന്നത് ക്രോസ്മസ് ആട്ടോ. ക്രോസ്മസിലൊക്കെ പൂക്കളുണ്ടായി നിൽക്കണ കാണണം. അതുപോലെ നമ്മുടെ ഡയാന്തസ്, കോറിയോപ്സിസ്, നമ്മുടെ കാലാവസ്ഥയിൽ പൂക്കൾ തരുന്ന ചെടികൾ തന്നെയാണ്, ബന്ദി, റോസ്, ഇതൊക്കെ. പക്ഷേ ഊട്ടിയിലെ കാലാവസ്ഥ നിങ്ങൾക്കറിയാം, നമ്മൾ എത്ര കൊതിച്ചിട്ടും കാര്യമില്ല. അവിടെ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടായിരുന്നു എന്ന് പറയുന്നു, മഴയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ടും ആ അന്തരീക്ഷത്തിലെ തണുപ്പ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, ആ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട്, ഇപ്പോഴല്ലേ ആധുനിക രീതിയിലുള്ള മോഡേൺ ആർട്ടിലുള്ള ഗാർഡനൊക്കെ വന്നിരിക്കുന്നത്, ഇതുപോലെ നമ്മൾ കുറ്റിച്ചെടി കൊണ്ടും അതുപോലെ ബന്ദിച്ചെടി കൊണ്ടും ഒക്കെ പൂന്തോട്ടം തീർത്തിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടാവും അല്ലേ. ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ സീനിയ ചെടികളുടെ വലിപ്പം, പൂക്കളുടെ വലിപ്പം, അതുപോലെ ഡാലിയയുടെ വലിപ്പം, അതുപോലെ എല്ലാ ചെടികളും. ഫ്ലോക്സ് എന്ന് പറഞ്ഞ ചെടി നമ്മൾ പലപ്പോഴും ഇപ്പോൾ സീസൺ പ്ലാന്റായിട്ട് നമ്മൾ വാങ്ങുന്നതാണ് അല്ലേ. ആ ചെടികളൊക്കെ പൂക്കൾ എന്താ പറയുക, വലിപ്പമുണ്ട് പൂക്കൾക്ക്, നമ്മുടെ സാധാരണ കാണുന്ന വലിപ്പമല്ല. എല്ലാ ചെടികളുടെ പൂക്കൾക്കും നല്ല വലിപ്പമാണ്. നമുക്ക് ഈ ഒരു ചെടികൾ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർന്ന് പൂക്കൾ തന്നില്ലെങ്കിലും ഈ ഒരു കാഴ്ചകൾ കാണുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മനോഹരമായ ഒരു പൂന്തോട്ടം ഉള്ളത് നമ്മുടെ ഊട്ടിയിലേക്കുള്ള യാത്രാമധ്യേ നീലഗിരി അറുവൻകോടുള്ള നാഷണൽ എംപ്ലോയീസ് യൂണിയൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ തീർത്തിരിക്കുന്ന ഒരു പൂന്തോട്ടമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചകൾ കാണാൻ ചെന്നപ്പോൾ അവിടെ ഈ ഒരു നാഷണൽ എംപ്ലോയീസ് യൂണിയൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ജോഷി ലാസർ സാറിനെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ എന്താണ് ഈ ചെടികളുടെയൊക്കെ രഹസ്യം, ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതെന്ന് പറയാമോ? ഒന്ന് ഇവിടുത്തെ കാലാവസ്ഥ, പിന്നെ അവിടുത്തെ മണ്ണ്, പിന്നെ ഡെഡിക്കേഷൻ ആക്കണം. ഇതിനു വേണ്ടി അത്യാവശ്യമായിട്ട് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് ഇത് എടുക്കാൻ പറ്റും. ഈ ഓഫീസ് നമ്മുടെ നാഷണൽ എംപ്ലോയീസ് യൂണിയൻ ആണ്. ഇതിവിടെ ഡിഫൻസിന്റെ ഫാക്ടറിയാണ്. ഫാക്ടറിയിലത്തെ ഒരു പാർട്ട് യൂണിയൻ. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടിയാണോ അത് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാ? ഇതിന്റെ യൂണിയന്റെ പ്രസിഡന്റ് ആണ് ഞാൻ. പേര് സർ? ജോഷി ലാസർ. വീട് എവിടെ? നാട്ടിലെ തൃശ്ശൂരിലാണ്. തൃശ്ശൂരാണ്. ഞങ്ങളും തൃശ്ശൂർക്കാരാണ് കേട്ടോ. കണ്ട് സന്തോഷം, ഇത് കണ്ട് പരിചയപ്പെട്ടതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും മനോഹരമായിട്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ കുറച്ച് കാഴ്ചകൾ പകർന്നുണ്ട് കേട്ടോ. ഓക്കെ. ഹാങ്കിങ് പിറ്റോണിയ. ഇത് ഡബിൾ പിറ്റോണിയ, സിംഗിൾ പിറ്റോണിയ വേറെ ഉണ്ട്. ഇതിൽ ഈ കളറിൽ തന്നെ സിംഗിൾ പിറ്റോണിയം വരും. റോഡരികിലായതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ ഒച്ച ഭയങ്കര ആയതുകൊണ്ട് തന്നെ ഞാൻ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പറയുന്നതൊന്നും ക്ലിയർ അല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ക്രോസ്മസിൻ്റെ വൈറ്റ്, ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്കിൻ്റെ ആണ് കേട്ടോ. എനിക്കിതിൻ്റെയൊക്കെ കുറേ വിത്ത് എനിക്ക് സാറ് തന്നു. അതുപോലെ കുറച്ച് വേറെ ചെടികളുടെയും വിത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പാകിയിട്ടുണ്ട്, മുളപ്പിച്ച് അത് വിജയം കണ്ടാൽ ഏതെങ്കിലും സമയത്ത് നമ്മുടെ വീട്ടിൽ നന്നായിട്ടുണ്ടാകുകയാണെങ്കിൽ വിത്തുകളൊക്കെ ഞാൻ നിങ്ങളിലേക്കും എത്തിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലരും സീസൺ പ്ലാന്റുകളായിട്ട് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെടികളാണ്. അത് നമുക്ക് അത്ര വിജയിച്ച് കിട്ടിയില്ലെങ്കിലും ഇതുണ്ടായി നിൽക്കുന്ന ഈ കാഴ്ചകൾ നമ്മുടെ കണ്ണിന് വലിയൊരു ആനന്ദം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാനും പലപ്പോഴും ഫ്ലോക്സ് ചെടികളുടെയൊക്കെ വിത്തുകൾ വാങ്ങിയും അല്ല ചെടികൾ വാങ്ങിയും നമ്മുടെ കാലാവസ്ഥയിൽ വളർത്താൻ നോക്കിയിട്ടുണ്ട്. ആദ്യം ഒരു കുറച്ച് നാളൊക്കെ പൂക്കളുണ്ടായി നല്ല ഉഷാറായിട്ട് നിൽക്കും, പിന്നെ ചെടി നശിച്ചു പോകും. അതിൻ്റെ വിത്തൊക്കെ പലപ്പോഴും എനിക്ക് മുളച്ച് കിട്ടാറില്ല.
ഇത് മറ്റുള്ള സ്ഥലത്ത് ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് മാത്രം മതി നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ ആ കാഴ്ചകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു ഹെൽത്ത് തന്നെ, നമ്മുടെ മൈൻഡിന് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ കോറിയോപ്സിസിൻ്റെ ഒത്തിരി സീഡ്സ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ കോറിയോപ്സിസിൻ്റെ പൂക്കൾ ഭയങ്കര വലുപ്പമാണ്. അപ്പോൾ അതിൻ്റെ സീഡ്സും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. മഴക്കാലം ആകുമ്പോഴേക്കാണ് ഞാൻ അത് പാകുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഈ കൊടിയ ചൂടിൽ നമുക്കിത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ഓരോ യാത്രയും ഇതേപോലെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന, സന്തോഷം തരുന്ന ഓർമ്മകളായിട്ട് എപ്പോഴും നിലനിൽക്കണമെങ്കിൽ ഇത്തരം കാഴ്ചകളൊന്നും നമ്മൾ കളയരുത്, അതായത് നഷ്ടപ്പെടുത്തരുത് കേട്ടോ. എനിക്കതേ പറയാനുള്ളൂ. കാരണം എനിക്ക് അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അവസരങ്ങളാണ് ഇത്. ഞാൻ നന്നായിട്ട്, ഞങ്ങൾ സഹോദരിമാർ ഒരുമിച്ചാണ് പോയത്, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് തിരിച്ചു വന്നത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഊട്ടിയിലേക്ക് പോയപ്പോൾ ഞാൻ എടുത്ത പല വീഡിയോസും പലരും കാണാതെ പോയിട്ടുണ്ട്, തിരക്കുകൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കാണണം. അതിനകത്ത് കാണുന്ന ചെടികളും പൂക്കളൊക്കെ നേരിട്ട് സ്ഥലങ്ങളും കാണാൻ പറ്റിയില്ലെങ്കിലും ഇതേപോലുള്ള വീഡിയോസിലൂടെയൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണുക കേട്ടോ. എന്തായാലും ഈ മനോഹരമായ കാഴ്ച കാണാനായിട്ട് അനുവാദം തന്ന ജോഷി ലാസർ സാറിനും അതുപോലെ നാഷണൽ എംപ്ലോയീസ് യൂണിയൻ ഓഫീസിൻ്റെ NTUC ഓഫീസിൻ്റെ ഭാരവാഹികൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഞങ്ങൾക്ക് വിത്ത് നൽകാനായിട്ട് സന്തോഷം കാണിച്ച ചേച്ചിക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.